ജൂൺ 15 മുതൽ കേരളത്തിലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാവുകയാണ്. പുതിയ UDF സർക്കാരിന്റെ ഏറ്റവും വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. കർണാടകയിലെ ശക്തി, തമിഴ്നാട്ടിലെ വിടിയൽ പദ്ധതികൾക്ക് ശേഷം ദക്ഷിണേന്ത്യയിൽ വീണ്ടും ഒരു ഫ്രീ ട്രാവൽ വിപ്ലവം. സ്ത്രീ ശാക്തീകരണത്തിനും യാത്രാ ചെലവ് കുറയ്ക്കാനും ഇത് വലിയ രീതിയിൽ സഹായിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷേ വർഷങ്ങളായി ശമ്പളം കൊടുക്കാനും ഡീസൽ അടിക്കാനും കടമെടുക്കുന്ന KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ പ്രഖ്യാപനം താങ്ങാൻ കഴിയുമോ? പ്രതിദിനം കോടികളുടെ നഷ്ടം നേരിടുന്ന KSRTCയെ ഇത് കൂടുതൽ വലിയ കടക്കണിയിലേക്ക് തള്ളിവിടുമോ? നമുക്ക് പരിശോധിക്കാം. ആദ്യം KSRTCയുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നിലവിൽ കോടികളുടെ കടബാധ്യതയിലാണ് KSRTC. മാസം തോറുമുള്ള വരുമാനം ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും ഡീസൽ ചെലവിനും പോലും തികയാറില്ല. സർക്കാരിന്റെ പ്രത്യേക സഹായമുണ്ടെങ്കിൽ മാത്രമേ KSRTCക്ക് ഓരോ മാസവും മുന്നോട്ടു പോകാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ KSRTCക്ക് പ്രതിമാസം 57 കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കുകൂട്ടൽ. നിലവിൽ KSRTC യാത്രക്കാരിൽ പകുതിയോളം സ്ത്രീകളാണ്, പ്രത്യേകിച്ച് ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്ന വലിയൊരു വിഭാഗം. ഇവരെല്ലാം പെട്ടെന്ന് സൗജന്യ യാത്ര ചെയ്തു തുടങ്ങുമ്പോൾ ദിവസേനയുള്ള കളക്ഷൻ തുകയിൽ വലിയൊരു ഇടിവുണ്ടാകുമെന്നതിൽ സംശയമില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയ ഇതര സംസ്ഥാനങ്ങളുടെ അനുഭവം എന്താണ്? തമിഴ്നാട്ടിലും കർണാടകയിലും ഈ പദ്ധതി ഹിറ്റാണ്. അവിടുത്തെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കൂട്ടാനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ഇത് കാരണമായിട്ടുണ്ട്. എന്നാൽ നാണയത്തിന് മറുവശം കൂടിയുണ്ടല്ലോ. കർണാടകയിൽ ഈ പദ്ധതിക്ക് ശേഷം ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് സർക്കാർ നൽകേണ്ട സബ്സിഡി കുടിശ്ശിക കോടികളാണ്. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കുന്നില്ലെന്നും പുതിയ ബസ്സുകൾ വാങ്ങാൻ ഫണ്ടില്ലെന്നും അവിടെ പ്രതിപക്ഷ പാർട്ടികളും ജീവനക്കാരും പരാതിപ്പെടുന്നുമുണ്ട്. കേരളത്തിലും ഇതേ സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നത്. ആദ്യത്തെ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് പദ്ധതി നടപ്പാക്കുക. ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലുള്ള പഠനമാണ്. ഈ സൗജന്യ യാത്രയുടെ തുക പൂർണ്ണമായും സർക്കാർ KSRTCക്ക് സബ്സിഡിയായി തിരികെ നൽകുമെന്നാണ് പ്രഖ്യാപനം. അതായത് നേരത്തെ കണക്കാക്കിയതുപോലെ ഓർഡിനറിയിൽ സൗജന്യ യാത്ര നടപ്പാക്കിയാലുള്ള നഷ്ടം 57 കോടിയാണെങ്കിൽ അത് സർക്കാർ നൽകും. അതായത് യാത്രക്കാരുടെ ടിക്കറ്റ് തുക സർക്കാർ നേരിട്ട് KSRTCയുടെ അക്കൗണ്ടിലേക്ക് നൽകും. KSRTCക്ക് സർക്കാർ നൽകേണ്ട തുക കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി വായ്പയായി ലഭ്യമാക്കാനാണ് നിലവിലെ നീക്കം. ഇതിന്റെ യഥാർത്ഥ നഷ്ടം എത്രയെന്ന് ഗതാഗത കമ്മീഷണർ പഠിച്ച റിപ്പോർട്ട് നൽകും. സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യം കൈവരിക്കുമ്പോഴും പദ്ധതിയുടെ യഥാർത്ഥ വിജയം നിലനിൽക്കുന്നത് KSRTCയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിലാണ്. KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനം തകർന്നു പോകാതിരിക്കാനുള്ള കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും മേൽനോട്ടവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സബ്സിഡി വിതരണം, കടക്കെണി ഒഴിവാക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ കൃത്യമായി നടപ്പാക്കണം. അതുകൊണ്ട് തന്നെ ജൂൺ 15 മുതൽ തുടങ്ങുന്ന 100 ദിന പരീക്ഷണ കാലയളവ് ഏറെ നിർണായകമാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.